നമസ്കാരം. കൂത്താട്ടോളം KSRTC ഡിപ്പോയിൽ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന വനിതാ വിശ്രമ കേന്ദ്രവും ശുചിമുറിയും തുറന്ന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മഹിളാ കോൺഗ്രസ് കൂത്താട്ടോളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. വാർത്തയിലേക്ക്. വനിതകൾക്കായുള്ള വിശ്രമ കേന്ദ്രം അടച്ചുപൂട്ടിയ മാനേജ്മെന്റ് ധർണ സമരം സിന്ദാബാദ്, മഹിളാ കോൺഗ്രസ് സിന്ദാബാദ്. നമുക്ക് ബാക്കിലായിട്ട് ഇവിടെ കാണുന്ന ഈ വനിതാ വിശ്രമ കേന്ദ്രവും ശുചിമുറിയും മാസങ്ങളായി ഇവിടെ അടച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഈ KSRTCയുടെ ഈ ഡിപ്പോയിൽ അപ്പുറത്തെ സ്ഥലത്തും ശുചിമുറിയും അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള ഒരു ഇതാണ്. ഇവിടെയെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ബാക്കിലെ കെട്ടിടം വനിതാ വിശ്രമ കേന്ദ്രവും ശുചിമുറിയും എല്ലാം ഉള്ളതാണ്. വനിതകൾക്ക് പ്രത്യേകമായിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കുമെന്നാണ് മാസങ്ങളായത് അടച്ചിട്ടിരിക്കുകയാണ്. എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പാകത്തക്കതാണ്. ശാശ്വതമായ പരിഹാരം കണ്ടുകൊണ്ട് അത് ഉപയോഗിക്കത്തക്ക രീതിയിൽ നന്നാക്കി തരുന്നതിന് വേണ്ടിയാണ് നമ്മളിന്നിവിടെ ഈ സമരം നടത്തുന്നത്. ഒരു വാച്ചറ വെച്ചുകൊണ്ടാണെങ്കിലും നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ടാണെങ്കിലും ഇത് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. നിരവധി യാത്രക്കാർ അതിന് പരാതികൾ പറയുകയും നമുക്ക് നിലവിൽ ഇവിടെയുള്ള ആളുകൾക്കും വരുന്ന യാത്രക്കാർക്കും അത് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയുമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ സമരം നടത്തുന്നത്. 6 മാസങ്ങളായിട്ട് ശുചിമുറിയും വനിതാ വിശ്രമ കേന്ദ്രവും അടച്ചിട്ടിരിക്കുകയാണ്. മഹിളകളായ നമ്മൾക്ക് വനിതകളായ വന്നു ഓരോരുത്തർ വന്നാൽ നമുക്കതിലൊന്ന് കയറി കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്ന അമ്മമാർക്കൊന്ന് വിശ്രമിക്കുന്നതിനോ അടച്ചിട്ടേക്കണം. കാരണം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി സർക്കാർ ഓരോ കാര്യങ്ങൾ വളരെ ഭംഗിയായി ഞങ്ങളത് നടപ്പിലാക്കുന്നു എന്ന് വാക്കുകളിലൂടെയും പത്രമാധ്യമങ്ങളുടെയും മാത്രം വരുന്ന ഈ സാഹചര്യത്തിൽ കൂത്താട്ടോളം പോലെയുള്ള ഈ ചെറിയ ഗ്രാമത്തിൽ ഇത്രയും ശോചനീയമായ ഒരു അവസ്ഥ കണ്ടതിൽ വളരെ സങ്കടമുണ്ട്. ഇവിടെ വിശ്രമത്തിനായിട്ട് എത്തുന്ന സ്ത്രീകൾക്ക് എന്താണ് ഇത് പൂട്ടിയിട്ടതിൻ്റെ പിറകിലുള്ള ഒരു ദുരുദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. തീർച്ചയായിട്ടും ഇവിടെ ഈ പ്രസ്ഥാനം 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് ഈ ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിട്ടുള്ളത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ജില്ലകളിലേക്കും മിനിറ്റുകൾ ഇടവിട്ട് ട്രാൻസ്പോർട്ട് സർവീസുള്ള ഈ കൂത്താട്ടോളം മേഖലയിൽ വനിതകൾക്കും കുട്ടികൾക്കുമുള്ള ഈ വിശ്രമ കേന്ദ്രം തുറന്ന് പ്രവർത്തിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇല്ലാത്ത പക്ഷം ഞങ്ങളിത് ഇടിച്ചു പൊളിച്ച് ഇതിൻ്റെ താഴ് കളഞ്ഞ് ഞങ്ങളിത് തുറന്ന് പ്രവർത്തന സജ്ജമാക്കുമെന്ന് ഞങ്ങൾ പറയുന്നു. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടോളം നമുക്ക് വീണ്ടും കാണാം. ഞാൻ ലോട്ടസ് ലൈഫ് കൊച്ചി റിപ്പോർട്ടർ കൂത്താട്ടോളം.